ഈ പറയുന്ന നോക്കുവർമ്മവും ചൂണ്ടുമർമ്മവും ഒക്കെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഭൗതികർമ്മൻ ഒരു കഥാപാത്രമൊന്നുമില്ല, റിയലി ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ശരയോഗിയായിരുന്നു. ഇത് നമ്മുടെ നോക്കുവർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് മേരീണ്ട കാലമായിട്ടുള്ള പ്രയോഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള പച്ചിലകളിലൊന്നാണ്. തൊട്ടാവാടി അണയാതെടുത്താണ് പല സിദ്ധ ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ ചെടി ഇതൊക്കെ നമ്മുടെ വളപ്പിലൊക്കെ ഉള്ളത് സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഈ ചെടി കണ്ടപ്പോഴും അങ്ങ് പറയുമ്പോഴൊക്കെ തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാനിത് അന്വേഷിച്ചു പോകുന്നത്, അല്ലാതെ എന്തെങ്കിലും സിദ്ധിക്ക് വേണ്ടിയല്ല. അപ്പോൾ എൻ്റെ ശരം, നിൻ്റെ ശരം, പ്രകൃതിയുടെ ശരം, ഇത് മൂന്നും അനുകൂലമാകുമ്പോൾ ഈ വിദ്യ ത്രികാല വിദ്യ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരും. ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സ്റ്റില്ലാവുകയാണോ, അതോ നമുക്ക് നടക്കാൻ പറ്റില്ലേ, അതോ നമുക്ക് അനങ്ങാൻ പറ്റില്ലേ? ഈ പറഞ്ഞു കേട്ടതൊന്നുമല്ല, ഭീകരമായിരിക്കും. ആറ്റം ബോംബ് ഉണ്ടാക്കി, ആറ്റം ബോംബിന്റെ അനന്തരഫലം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും അമേസിംഗ് റേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്. അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ വിഷയം കൊണ്ടുവന്നത്. അതിനു മുമ്പ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നല്ല കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് കാണിക്കും. ദയവേത് നിങ്ങൾ അതും കൂടെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ മുന്നോട്ട് പോക്കിന് അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇന്ന് മറ്റാരുമല്ല, നമ്മളോടൊപ്പം രാഹുൽ കാർത്തിക് സാർ തന്നെയാണ്. ശരനൂൽ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒന്ന് രണ്ട് പേഴ്സണൽ ചർച്ചയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അറിവ് കുറച്ച്, അതായത് ഒരു വ്യത്യസ്തങ്ങളായ കുറേ മേഖലകളെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോൾ അതെനിക്ക് നിങ്ങളുമായിട്ടൊന്ന് കൺവേ ചെയ്യണമെന്നും നിങ്ങൾക്കും ആ അറിവ് കിട്ടണമെന്നും ഒരു ആഗ്രഹം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. അതിനു മുമ്പ് സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പ്രേക്ഷകരെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു പേറ്റൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതും വളരെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് ആ പേറ്റൻറ്റ് കിട്ടിയത്. ഒരു ദൈവത്തിൻ്റെ പുത്രന്മാരെ ചികിത്സിക്കുക എന്നുള്ള മഹാഭാഗ്യം കിട്ടി. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ് അത്. കേരളത്തിൽ അങ്ങയ്ക്കാണ് ഇപ്പോൾ കിട്ടിയത് അല്ലേ? കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ. ആ ഓട്ടിസം ക്യൂർ ചെയ്യാനല്ല, ആ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ളൊരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട്, ലോകത്ത് രണ്ടാമതാണ്. ഇതിനു മുമ്പ് ഒരു US പേറ്റന്റ് മാത്രമേ അനുവദിക്കപ്പെട്ടു. അപ്പോൾ എല്ലാവിധ ആശംസകൾ സാർ. ദൈവപുത്രന്മാരെ ചികിത്സിച്ചതിന് ദൈവം തന്ന ഒരു കൈവപ്പായിട്ടാണ് ഞാനിത് കാണുന്നത്. എല്ലാവിധ ആശംസകളും. അതിനുമുമ്പ് നമ്മളല്ലാതെ ഒരു ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ നോക്കുമർമ്മം. എല്ലാം ഒരു സിദ്ധ വഴിയാണല്ലോ, അങ്ങയുടെ ശരനൂൽ ശാസ്ത്രവും എല്ലാം തന്നെ അതുവഴിയാണ്. അപ്പോൾ ഈ നോക്കുമർമ്മവും നമ്മൾ സിനിമകളൊക്കെ കാണുന്നുണ്ട്. പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ചൂണ്ടി നിർത്തും, ചൂണ്ടിയാൽ അയാൾ അവിടെ അനങ്ങില്ല. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ തമിഴ് സിദ്ധ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ശരയോഗ. ശരയോഗയുടെ തന്നെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ലെവലിലാണ് ഈ പറയുന്ന നോക്കുവർമ്മമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ശരയോഗ എന്നൊക്കെ പറയുന്നത് സിദ്ധവിദ്യയുടെ ഭാഗമാണ്. അപ്പോൾ അത് 64 കലകളുണ്ട്. 64 കലകളുടെ ഭാഗമാണ് ഈ പറയുന്ന നോക്കുവർമ്മവും ചൂണ്ടുമർമ്മവും. അതിനെ മെയ്തിയുണ്ടാക്കാലം, അതായത് 8 രീതിയിൽ മർമ്മം ഏൽപ്പിക്കാം. അതിൽ ഉള്ളതാണ് മെയ്തിയുണ്ടാക്കാലം. മെയ്തിയുണ്ടാക്കാലത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന നോക്കുവർമ്മവും ചൂണ്ടുവർമ്മവും ഒക്കെ. അതിൻ്റെ ഒരു ശ്ലോകം തന്നെ തമിഴിൽ ഇപ്രകാരമാണ്: അപ്പനെ മെയ്തിയുണ്ടാക്കാലം ചൊൽവേൻ, മകത്താന വെற்றி என்ற பச்சிலே அறிய சொல்வேன், പാങ്കാന പടയതുപോൽ വന്നിട്ടാലും എങ്കേയും തിരിയാതെ മാണ്ടുപോകും, ഏകാന്ത മൂലി മെയ്തിയുണ്ടാക്കാലമാകും. അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു ശാസ്ത്രങ്ങൾ തന്നെ വിവരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിലൂടെയാണ്. അതായത് ഈ പറയുന്ന നോക്കുവർമ്മവും ചൂണ്ടുമർമ്മവും ഒക്കെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കാൻ കഴിയുന്നവന് മാത്രമേ ഈ പറയുന്ന നോക്കുവർമ്മം ചൂണ്ടുവർമ്മത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റൂ. ഒരു സാധാരണ വ്യക്തിക്ക് വളഞ്ഞ വഴികളൊന്നുമില്ല. സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിച്ചാൽ ശിവസ്ഥാനം കരസ്ഥമാകും. അവനാണ് യോഗി. ഒരു യോഗിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്
നോക്കുമർമ്മവും ചുണ്ടുമർമ്മവും. ചുണ്ടുമർമ്മം. പക്ഷേ അതിലേക്ക് എത്തിച്ചേരാൻ വ്യത്യസ്തമായ, അതാണ് വെട്രി എன்ற പച്ചില ഞാൻ പറഞ്ഞ ശ്ലോകത്തിലെ, വ്യത്യസ്തമായ ചില വിദ്യകൾ കൂടിയുണ്ട്, ചില മൂലികകൾ കൂടി അതിനോടൊപ്പം ചേരണം. മൂലികകളെന്ന് പറഞ്ഞാൽ പച്ചിലകൾ. അതിന് ചില പച്ചില പ്രയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ഈ പറയുന്ന ശരയോഗയിലെ ശരനൂൽ ശാസ്ത്രത്തിൻ്റെ പ്രാണനെ അറിഞ്ഞുകൊണ്ടുള്ള പ്രാക്ടീസുകളിലൂടെയൊക്കെ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന തലത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ പണ്ട് പറഞ്ഞ കളരി അഭ്യാസികളാണ് ഈ മർമ്മത്തിൻ്റെ ഉസ്താദുമാർ. അപ്പോൾ ഈ അവരാണ് ഈ നോക്കുമർമ്മം ചെയ്യുന്നതെന്നൊക്കെയാണ് പണ്ട് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴാണ് യോഗികൾക്കാണ് ഇത് കൂടുതൽ സാധ്യമാവുക എന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ? യോഗികൾക്കാണ് കൂടുതലല്ല, യോഗികൾക്ക് മാത്രമേ അത് സാധ്യമാവൂ. അപ്പോൾ ഈ ആ പറഞ്ഞ സംഭവം ഒന്നും നടക്കില്ലല്ലേ കളരിയാശന്മാർ? ഇല്ല, കളരി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് 108 മർമ്മങ്ങൾ, 12 പടുമർമ്മം, 96 തൊടുമർമ്മം, പിന്നെ നിണത്തിൻ കൂറായിട്ടുള്ള തട്ടുമർമ്മം, ചതയൻ കൂറായിട്ടുള്ള ഉള്ളുമർമ്മം, അത് അഭ്യാസമർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഈ പറയുന്ന മെയ്തീണ്ടാക്കാലം ഒരാളിനെ നമുക്ക് നമ്മൾ പ്രാണൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അയാളുടെ പ്രാണനെ സ്വാധീനിക്കുന്ന തലം, അത് ഒരു യോഗിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരത്തെ അറിയുന്നവന് മാത്രമേ, ശരഗതി അറിയുന്നവന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതിന് മൂലികകളുടെ പിൻബലം കൂടി വേണം. പച്ചിലകളുടെ ചില പ്രത്യേക പച്ചിലകളുടെയും പ്രയോഗങ്ങളും കൂടി അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ ഈ പ്രയോഗങ്ങളെല്ലാം നടത്തുന്നതായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യോഗിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ 7ാം അറിവിലെ ബോധിധർമ്മൻ ശരയോഗിയായിരുന്നു. ബോധിധർമ്മൻ ഒരു കഥാപാത്രമൊന്നുമില്ല, റിയലി ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ശരയോഗിയായിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്ന ശരയോഗയെ ചൈനയിലേക്ക് കൊണ്ടുപോവുകയും ചൈനീസ് മായി മെറിഡിയൻ എന്നുള്ള പേരിൽ ഈ പ്രാക്ടീസ് ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ കുങ്ഫുവിലെ പല കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നോക്കുമർമ്മം ഒക്കെ അവിടെ നിന്ന് അദ്ദേഹം തന്നെയാണ് ചെയ്തത്, ഒരു ഡെവലപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഈ പച്ചിലയുടെ കാര്യം പറഞ്ഞു, ഈ പച്ചില, അതെന്ത് പച്ചിലയാണ്? അങ്ങിപ്പോൾ ഇന്ന് ഈ വിഷയം നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് നമുക്കെല്ലാം കിട്ടുന്ന പച്ചിലയാണെങ്കിൽ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അല്ല, പരീക്ഷിക്കാൻ പച്ചില മാത്രം പോരാ, ഈ പറയുന്ന പ്രാണനെയും കൂടി കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ശരഗതി കൂടി അതിനോടൊപ്പം വരണം. ശരിയാണ്. അതെ. അപ്പോൾ അതിനകത്ത് പച്ചിലകൾ നിരവധിയായിട്ടുള്ള പച്ചിലകൾക്ക് പല പ്രത്യേകതകളുണ്ട്, ഔഷധ ഗുണങ്ങളുണ്ട്, ചില പ്രത്യേക ശക്തി പവറുള്ള പച്ചിലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അങ്ങനെ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകരുടെയും ഒരു അതെ, അതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു പച്ചില കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയില്ലല്ലേ. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ നോക്കുമർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് മെയ്തീണ്ടാക്കാലമായിട്ടുള്ള പ്രയോഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള പച്ചിലകളിലൊന്നാണ്. നമ്മൾ കാണുന്നതാണ്, പക്ഷേ നമുക്ക് പലപ്പോഴും അതിൻ്റെ പ്രയോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പായലിൻ്റെ കൂടെ ഇങ്ങനെ വളർന്നു വരുന്ന ചെടി പോലെ എനിക്ക് തോന്നുന്നു. ഇനി അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് തന്നെ പരിചയമുള്ള മറ്റു ചെടികളുണ്ടല്ലോ, അതായത് തൊട്ടാവാടി നമുക്കറിയാം. മൈമോസ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അണഞ്ഞു പോകും അല്ലേ. പക്ഷേ ഈ പറയുന്ന തൊട്ടാവാടി അണയാതെ മൂടോടുകൂടി വേരോടുകൂടി പിഴുതെടുക്കാൻ സാധിക്കും. ആ തൊട്ടാവാടി അണയാതെ എടുത്താണ് പല സിദ്ധ ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ തൊട്ടാവാടി അണയാതെ എടുക്കണമെങ്കിൽ ആ എടുക്കുന്ന വ്യക്തിക്ക് അതിനുള്ള അറിവുണ്ടായിരിക്കണം, അതിനുള്ള പവർ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ മൂലിക മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന നോക്കുമർമ്മം ചെയ്യാൻ സാധിക്കില്ല. അതിന് പ്രാണൻ്റെ സഞ്ചാരഗതി കൂടി നമ്മൾ അറിയണം. ആ പറയുന്ന നമ്മുടെ താന്ത്രികത്തിൽ അറുകോണം എന്ന് പറയുന്ന 3 നാഡികളുടെയും കേന്ദ്രസ്ഥാനം, ആ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് സഹസ്രാര പത്മമാണ്, ശിവസ്ഥാനമാണ്. ആ ശിവബോധത്തിലേക്ക്, ആ ശിവസ്ഥാനത്തേക്ക് പ്രാണന്റെ സഞ്ചാരഗതിയെ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് യോഗീതലത്തിലേക്ക് ഉയരാനും ഇത്തരം സിദ്ധികൾ അയാളിൽ പ്രവർത്തിക്കുകയും ചെയ്യൂ. ഈ ചൂണ്ടുമർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഇതിൽ പണ്ട് ഈ മഷിനോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചേർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അരണയുടെ വാലോ അങ്ങനെ കുറേ സംഭവങ്ങൾ, അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കിട്ടാത്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാനൊരു ദൃക്സാക്ഷി ആയിട്ടുണ്ട്. ഞാൻ ആ മഷി കണ്ടിട്ടുണ്ട്. അതിലിങ്ങനെ കാര്യം പറയും. ഇപ്പോഴൊന്നുമില്ല, ഒരു 10, 15, 19, 20 വർഷത്തിന് മുമ്പാണത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ മെസ്സേജ് എനിക്കവിടെ വന്ന് അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലും അത്തരം മഷികൾ ചെയ്യുന്നതിലും പല കൂട്ടുകളും പറയുന്നുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ ഈ ചെടി, ഇതൊക്കെ നമ്മളെ വളപ്പിലൊക്കെ ഉള്ളത് സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ പണ്ട് എപ്പോഴോ ഇത് മിത്താണെന്നോ അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഈ ചെടി കണ്ടപ്പോഴും അങ്ങ് പറയുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്.
മർമ്മശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ആധികാരിക ഗ്രന്ഥങ്ങളുണ്ട്. മുന്നൂല്, പിന്നൂല്, ഫോഗർ പാടലി, പിന്നെ അത് കഴിഞ്ഞാൽ മർമ്മ പീരങ്കി തുറവുകോല്, മർമ്മ കണ്ണാടി, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലാണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, ഒന്നുമില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ, ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഈ വിദ്യകളെ പരാമർശിച്ചു പോകും. അപ്പോൾ നമുക്കിന്നത് അറിയില്ല എന്നുള്ളത്, ആ വിദ്യ അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവല്ല. നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടെത്താൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാനിത് അന്വേഷിച്ചു പോകുന്നത്, അല്ലാതെ എന്തെങ്കിലും സിദ്ധിക്ക് വേണ്ടിയല്ല. ഇപ്പം അങ്ങൊരു യോഗിയാണ്, അപ്പോൾ അങ്ങേക്ക് ഇത് പരീക്ഷിക്കണമെന്ന് തോന്നിയിട്ടില്ല? ഒരു അക്കാഡമിക് ലെവലിലായിരുന്നാൽ പോലും എനിക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതെ, പരീക്ഷണത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പരീക്ഷിച്ചു, ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിയിട്ടുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമെങ്കിൽ? ഇല്ല, ഞാൻ ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ 3 ശരീരങ്ങളിലാണ് പ്രാണൻ്റെ സഞ്ചാരം നടക്കുന്നത്. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും. ഈ 3 ശരീരങ്ങളിലുള്ള പ്രാണൻ്റെ സഞ്ചാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് മറ്റൊരുവൻ്റെ പ്രാണനെ സ്വാധീനിക്കാൻ സാധിക്കും. നമുക്ക് പ്രകൃതിക്കൊരു ശ്വാസമുണ്ട്, ഒരു ശരമുണ്ട്. പ്രകൃതിയുടെ ശരത്തെയും നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ശരം, നിൻ്റെ ശരം, പ്രകൃതിയുടെ ശരം, ഇത് 3ഉം അനുകൂലമാകുമ്പോൾ ഈ വിദ്യ ത്രികാല വിദ്യ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരും. ഈ 3 തലത്തിൽ നിൽക്കുന്ന പ്രാണനെ, എൻ്റെ പ്രാണനെയും നിങ്ങളുടെ പ്രാണനെയും ഈ പ്രകൃതിയുടെ പ്രാണനെയും, ഇതിനെ 3നെയും ഒരുവന് നിയന്ത്രിക്കാൻ സാധിച്ചാൽ, അതിനെ 3നെയും അവൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ത്രികാല ജ്ഞാനി എന്ന് വിളിക്കാം. തീർച്ചയായിട്ടും. ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പം അങ്ങനെയുള്ള അനുഭവത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സ്റ്റില്ലാവുകയാണോ, അതോ നമുക്ക് നടക്കാൻ പറ്റില്ലേ, അതോ നമുക്ക് അനങ്ങാൻ പറ്റില്ലേ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? നമുക്ക് 3 ശരീരമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി മാത്രമല്ല, നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്, നമുക്ക് കാരണ ശരീരമുണ്ട്. ഈ സൂക്ഷ്മത്തിലോ കാരണത്തിലോ ഏതെങ്കിലും തരത്തിൽ ശരഗതിയിൽ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ബോഡിയെയും ബാധിക്കും. അതിനെ ഉടൽക്കെട്ടെന്ന് പറയും, സ്തംഭനക്രിയകളെന്ന് പറയാറുണ്ട്. ഈ പ്രാണനിൽ നിന്നുകൊണ്ടുള്ള, ശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള അത് ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ വ്യക്തിക്ക് ആ ശരീരങ്ങളിൽ എന്തെങ്കിലും പ്രാണൻ്റെ സഞ്ചാരം വ്യതിയാനപ്പെടുകയും അതിനനുസരിച്ചുള്ള വ്യത്യാസം അയാളിൽ കാണപ്പെടുകയും ചെയ്യും. തൽക്കാലം എനിക്ക് ഇത്ര മാത്രമേ അത് വെളിപ്പെടുത്തൂ. നമ്മൾ സാധാരണ പറഞ്ഞിട്ട് നിങ്ങൾ ചൂണ്ടി നിർത്തും, പുള്ളിക്ക് ഒരു അടി അനങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ വടി കൊണ്ട് ഇങ്ങനെ ചൂണ്ടിയാൽ മതി, പുള്ളി അവിടെ നിൽക്കും എന്നാണ് പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുമോ? ഇല്ല, നമ്മൾ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ ഒക്കെ കേട്ടിട്ടുള്ള അറിവുകൾ പൂർണ്ണമല്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ പറയുന്ന ഉടൽക്കെട്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ വ്യത്യസ്തമാണ്. ഈ പറഞ്ഞു കേട്ടതൊന്നുമല്ല, ഭീകരമായിരിക്കും. അതിന് ഭീകരമാണോ? അല്ല, അത് അങ്ങനെ അല്ല. അത് നമുക്കിപ്പോൾ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി, ആറ്റം ബോംബിൻ്റെ അനന്തരഫലം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് പൊട്ടിച്ചു നോക്കി പരീക്ഷിക്കാനും പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇത്. അപ്പോൾ നിസാരമല്ല ഈ ചൂണ്ടുമർമ്മം, അല്ലേ? നിസാരമല്ല. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് എൻ്റെത്. നിങ്ങളവിടെ നിൽക്കും, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല, പക്ഷേ ജീവന് വരെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മർമ്മങ്ങളാണ്.